ഹലോ ഓൾ. നെറ്റ്വർക്ക് അനലൈസിസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന പോർഷനായിരുന്നു അല്ലേ? അപ്പോൾ ആ പോർഷൻ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. അതിൽ തന്നെ എങ്ങനെയാണ് നെറ്റ്വർക്ക് അനലൈസിസ് മെത്തേഡിലൂടെ ഒരു ഡയഗ്രാം വരയ്ക്കുന്നത് എന്നും എങ്ങനെയാണ് ക്രിട്ടിക്കൽ പാത്ത് കണ്ടെത്തുന്നത് എന്നും ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ എങ്ങനെയാണ് നെറ്റ്വർക്ക് വരയ്ക്കുന്നത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ആ പ്രോബ്ലം പറയുന്നതിന് മുന്നേ ആണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിലേക്ക് നമ്മൾ പോയത്. ഓക്കെ, കാരണം ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിലെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായാൽ ഈ പ്രോബ്ലം വളരെ ഈസി ആയിരിക്കും. ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം വളരെ ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ആദ്യം ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഡിസ്കസ് ചെയ്ത ശേഷം ഇതിലേക്ക് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറയുന്ന ബേസിക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ, അതിൻ്റെ ഡയഗ്രാം വരയ്ക്കും അല്ലേ? അപ്പോൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഡയഗ്രാം മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. അത് പല രീതിയിൽ ചോദിക്കാം. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്കത് വരയ്ക്കാൻ കഴിയണം. അപ്പോൾ നമുക്ക് ആ രീതിയിലുള്ള കുറേ പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്രോബ്ലം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം കൊടുത്തിരിക്കുന്നു. ഡ്രോ എ നെറ്റ്വർക്ക് ഫ്രം ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റി 1, 2, 1 to 3, 1 to 4 എന്നിങ്ങനെ കൊടുത്തിരിക്കുന്നു. ടൈം ഡീവിയേഷൻ എന്ന് വെച്ചാൽ ഓരോ ആക്ടിവിറ്റി 1 നിന്ന് 2ലേക്ക് ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 2, അതുപോലെ 1 നിന്ന് 3ലേക്ക് ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 4 എന്ന രീതിയിൽ കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ തന്നിരിക്കുന്ന ഡാറ്റയെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഡയഗ്രാമിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്കറിയാം അല്ലേ? ഓൾറെഡി CPM മെത്തേഡ് ഡിസ്കസ് ചെയ്തത് കൊണ്ട് തന്നെ അതിൻ്റെ ബേസിക് സ്ട്രക്ചർ നമുക്കറിയാം. അവിടെ എന്താ ചെയ്യുന്നത്, ഓരോ ഈവൻറ്റിനെയും സർക്കിളിലൂടെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓരോ ആക്ടിവിറ്റീനെയും ആരോ മാർക്കിലൂടെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന കാര്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്പർ കൃത്യമായിട്ട് തന്നതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. നമുക്ക് ഓൾറെഡി 1 നിന്ന് 2 1 നിന്ന് 3 കൃത്യമായിട്ട് തന്നതുകൊണ്ട് തന്നെ ഇത് വരയ്ക്കാൻ വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈവൻറ്റിൽ നിന്ന് സെക്കൻഡ് ഈവൻറ്റിലേക്ക് എടുക്കുന്ന ആ ഒരു ടൈം ഡ്യൂറേഷൻ 2 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പിക്കാണ് കിട്ടുക. അത് എങ്ങനെയാണ് വന്നത് എന്ന് ഒന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. 1 to 2 അതിൻ്റെ ടൈം ഡ്യൂറേഷൻ എത്രയാ, 2. അതുപോലെ 1 to 3 ടൈം ഡ്യൂറേഷൻ 4 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു ഈവൻറ്റ് വരയ്ക്കണം, അതിന് നമ്പർ കൊടുക്കുക. ഫസ്റ്റ് ഈവൻറ്റിന് എന്ത് കൊടുക്കാം, ഈവൻറ്റിനെയൊക്കെ സർക്കിളിലൂടെയാണ് റെപ്രസെൻ്റ് ചെയ്യാന്ന് പറഞ്ഞു, അതിന് ഫസ്റ്റ് എന്ന നമ്പർ കൊടുത്തു. ഇനി ഇവിടെ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തൊട്ടടുത്ത ആ ഒരു എലമെൻ്റ് കൂടി നോക്കുക. ഇവിടെ നോക്കിക്കേ, 1 2 1 3 1 4. ഇതിൻ്റെ പ്രത്യേകത എന്താ, 1ൽ നിന്ന് 3 എലമെൻറ്റ് 3 നമ്പേഴ്സ് സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കാവുന്ന രീതിയിലാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഈവൻറ്റിൽ നിന്നും 2 3 4 എന്നിങ്ങനെ 3 ഈവൻറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കിവിടെ വരയ്ക്കാൻ സാധിക്കും. അതായത് 1 എന്ന ഈവൻറ്റ് ഒറ്റ തവണ വരച്ചാൽ മതി, ഇത് സെപ്പറേറ്റ് വരയ്ക്കേണ്ട എന്ന്. ഓക്കെ, അപ്പോൾ 1ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആക്ടിവിറ്റി വരയ്ക്കാം. ഏതിലോട്ട്, 2 എന്ന ഈവൻറ്റിലോട്ട്. അതാണ് 1 to 2. അപ്പോൾ ഇവിടെ നമ്പർ കൊടുക്കാം 1 to 2. ക്ലിയർ. ഇനി അടുത്തത് ഇത് വേണമെങ്കിൽ ഇവിടെയും വരയ്ക്കാം കേട്ടോ, 1 to 2 1 to 3 ആ രീതിയിലും വരയ്ക്കാം. അപ്പം നിങ്ങളുടെ ഫിഗറിൽ അത് നടുക്കാണ് വരച്ചിരിക്കുന്നത്. അത് ഇവിടെ വരച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അതേ രീതിയിൽ തന്നെ നമുക്ക് നോക്കാം. 1ൽ നിന്ന് ഇതിന് 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിന് 3 എന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ 1 to 2 1 to 3. വേറെ രീതിയിൽ നേരത്തെ വരച്ച രീതിയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി 1ൽ നിന്ന് 4. ഓക്കെ, അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി വരച്ചത് എങ്ങനെയാണ്, ഈ തന്നിരിക്കുന്ന ഓരോ സർക്കിളും എന്തിനെ സൂചിപ്പിക്കുന്നു, ഓരോ ഈവൻറ്റിനെ. അപ്പോൾ ഫസ്റ്റ് ഈവൻറ്റിൽ നിന്നും സെക്കൻഡ് ഈവൻറ്റിലേക്ക് കണ്ടോ, 1 to 2 അതിൻ്റെ ടൈം ഡ്യൂറേഷൻ എത്രയാണ്, 2. അപ്പോൾ നമ്മൾ ഈ ആക്ടിവിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആരോ മാർക്കാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ആരോ മാർക്കിൽ എന്ത് കൊടുക്കുക, അതിൻ്റെ ടൈം ഡ്യൂറേഷൻ കൊടുക്കുക, 2 എന്ന് കൊടുത്തു. ഇനി 1ൽ നിന്ന് 3ലോട്ട് എത്രയാ ടൈം ഡ്യൂറേഷൻ, 4. 1 to 3 4. ഇനി 1 to 4 എത്രയാ, 3. അതും കൊടുത്തു. ക്ലിയർ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം, ഫസ്റ്റ് ഈവൻറ്റിൽ നിന്ന്
നോക്കുമ്പോൾ 1-ൽ നിന്ന് 2, 1-ൽ നിന്ന് 3, 1-ൽ നിന്ന് 4 എന്ന് വെച്ചാൽ 1 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 1 എന്നത് ആ ഇവന്റ് ഒറ്റ തവണ വരച്ചിട്ട് അതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ഫിഗർ വരച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് നോക്കുക, 2 to 5, 3 to 5 എന്ന രീതിയിൽ കാണാം. അതിൻ്റെയൊക്കെ ടൈം ഡ്യൂറേഷൻ എത്രയാണ്, 1ഉം 6ഉം. ഓക്കെ, 2 to 5, 3 to 5 ഇതിൻ്റെ മീനിങ് എന്താ, 2ഉം 3ഉം 5ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. ഓക്കെ, 2, 3, 5ലേക്ക് 2 എന്ന ഈവൻറ്റും 3 എന്ന ഈവൻറ്റും ഓൾറെഡി ഇവിടെ വരച്ചു കഴിഞ്ഞു. ഇത് രണ്ടും എന്തിലേക്കാണ്, 5 എന്ന ഈവൻറ്റിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് 2ഉം 3നെയും അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചാൽ മതി. അപ്പോൾ 2ഉം 3യും 5ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെരിച്ചിട്ട് അതിനൊരു ഈവൻറ്റ് കൊടുക്കാം, ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ 2ഉം 3യും ഏതിലോട്ടാണ്, 5ലോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഡ്യൂറേഷൻ കൊടുക്കുക, 2 to 5 1 ആണ്, 3 to 5 6 ആണ്. അപ്പോൾ 2 to 5ൻ്റെ അവിടെ 1 എന്നും 3 to 5ൻ്റെ അവിടെ 6 എന്നും ആ ആരോ മാർക്കിൻ്റെ ഭാഗത്ത് എഴുതുന്നു. ഓക്കെ, ടൈം ഡ്യൂറേഷൻ ആണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് ഏതാ, 4 to 6, 5 to 6. എന്താ അതിൻ്റെ മീനിങ്, 4ഉം 5ഉം 6ലോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എവിടെയാണ് 4ഉം 5ഉം കിടക്കുന്നതെന്ന് നോക്കാം. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. 4ഉം 5ഉം ഏതിലോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്, 6ലോട്ട്. അപ്പോൾ നോക്കൂ എങ്ങനെയായിരിക്കും വരിക, 4 ഓൾറെഡി ഇവിടെ ഉണ്ട്, 5 ഓൾറെഡി ഇവിടെ ഉണ്ട്. അത് ഏതിലോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്, 6ലോട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്ന് കണക്ട് ചെയ്യുന്ന രീതിയിൽ ചെരിച്ച് കുറച്ച് നീളത്തിലുള്ള ആരോ മാർക്ക് വരയ്ക്കാം. 5ഉം ഉണ്ട്, 4ഉം ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇതിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ചെരിച്ച് ഒന്ന് വലുതാക്കി ഒരു ആരോ മാർക്ക് വരച്ചു. ഇങ്ങോട്ടും കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഏതാണ്, 5 എന്ന ഈവൻ്റ് ആണ്. അപ്പോൾ 4 to 6, 5 അല്ല 6 ആണല്ലോ അല്ലേ, സോറി 6. അപ്പോൾ 4ൽ നിന്ന് 6ലോട്ട് എന്നതിൻ്റെ ടൈം ഡ്യൂറേഷൻ എത്രയാണ്, 5 ആണ്. 5ൽ നിന്ന് 6ലോട്ട് 7ഉം. അപ്പോൾ 4, 6, 5, 5ൽ നിന്ന് 6ലോട്ട് ടൈം ഡ്യൂറേഷൻ 7. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ കംപ്ലീറ്റ് ആയി. ഇത്ര ഇത് ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡാറ്റേനെ ബേസ് ചെയ്തിട്ട് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. അത് നമ്മൾ കംപ്ലീറ്റ് ആക്കി വരച്ചു. പിന്നെ നിങ്ങൾ വരയ്ക്കുമ്പോൾ പെൻസിൽ മാത്രം ഉപയോഗിക്കുക. ആ വാല്യൂ മാത്രം വേണമെങ്കിൽ പേന കൊണ്ട് എഴുതിക്കോളൂ, ക്ലിയർ ആയി കാണാൻ വേണ്ടിയിട്ട്. അതായത് ഈ ആക്ടിവിറ്റി ടൈം ഡ്യൂറേഷൻ ഇല്ലേ, അത് മാത്രം വേണമെങ്കിൽ പേന ഉപയോഗിക്കാം, ബാക്കിയെല്ലാം പെൻസിലേ ഉപയോഗിക്കാവൂ. അപ്പോൾ ഇത് ഈസി ആണല്ലോ. ഇനി ഇതേപോലെ മറ്റൊരു പ്രോബ്ലം അടുത്തത് നോക്കാം. അടുത്തത് വരച്ച് കാണിക്കുന്നില്ല, വരച്ചത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞു തരാം. The following table gives the activities and duration of construction project. ഇതേപോലെ ആക്ടിവിറ്റി 1 to 2, 1 to 3 എന്ന രീതിയിൽ തന്നിട്ടുണ്ട്, ഡ്യൂറേഷനും തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫിഗർ എങ്ങനെ വരും നമുക്ക് കുറേ ഐഡിയ കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഇവിടെ നോക്കൂ, 1 to 2, 1 to 3 എന്താ അതിൻ്റെ മീനിങ്, ഫസ്റ്റ് ഈവൻറ്റിൽ നിന്നും സെക്കൻഡ് ഈവൻറ്റിലേക്ക്, ഫസ്റ്റ് ഈവൻറ്റിൽ നിന്നും തേർഡ് ഈവൻറ്റിലേക്ക്. ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ ഫസ്റ്റ് ഈവൻറ്റിൽ നിന്ന് 2ഉം 3യും വരുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫസ്റ്റ് ഈവൻറ്റ് ഒറ്റ തവണ ഒരു സർക്കിളിട്ട് വരച്ച് 2ഉം 3യും അന്ന് സ്പ്രെഡ് ചെയ്ത് പോകുന്ന രീതിയിൽ രണ്ട് സൈഡിലേക്കും ഓരോ ആരോ മാർക്കിലൂടെ 2 എന്ന ഈവൻറ്റും 3 എന്ന ഈവൻറ്റും വരയ്ക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, 1 നമ്പർ കൊടുക്കുന്നു, ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുന്നു, ആ ഈവൻറ്റിന് 1 എന്ന് കൊടുക്കുന്നു. ആ 1 എന്ന ഈവൻറ്റിൽ നിന്ന് 2 എന്ന ഈവൻറ്റിലേക്കും 3 എന്ന ഈവൻറ്റിലേക്കും സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ആരോ മാർക്ക് വരച്ച് അത് കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് 1ൽ നിന്ന് 2ലേക്ക് വരുന്ന ഡ്യൂറേഷൻ എത്രയാണ്, 20, അതിവിടെ കൊടുക്കുന്നു. അതുപോലെ 1ൽ നിന്ന് 3ലേക്ക് വരുന്ന ഡ്യൂറേഷൻ എത്രയാണ്, 25, അതിവിടെ കൊടുക്കുന്നു. ക്ലിയർ. ഇനി അടുത്തത് എന്താ, 2ൽ നിന്ന് 3ലോട്ട്, അതുപോലെ 2ൽ നിന്ന് 4ലോട്ട്. എപ്പോഴും തൊട്ടടുത്തത് കൂടി ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ 2ൽ നിന്ന് 3ലോട്ട്, 2ൽ നിന്ന് 4ലോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ മീനിങ്, 2ൽ നിന്ന് 3ഉം 4ഉം സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. അപ്പോൾ 2 ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതൊക്കെ കണക്ട് ചെയ്യണം, 3ലേക്കും കണക്ട് ചെയ്യണം. അപ്പോൾ 3 ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ 2ൽ നിന്ന് 3 കണക്ട് ചെയ്ത് വരച്ചു. അതിൻ്റെ ടൈം ഡ്യൂറേഷൻ 10 എന്ന് എഴുതി. ഇനി അടുത്തതോ 2ൽ നിന്ന് 4ലോട്ട്. അപ്പോൾ 2 ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ 2ൽ നിന്ന് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ചെരിച്ചിട്ട് 4 എന്ന് വരയ്ക്കുക. ഇങ്ങനെ ചെരിച്ച് വരയ്ക്കാൻ കാരണം തൊട്ടടുത്തതും കൂടി നോക്കുക. 3 to 4 കൂടി ഉണ്ട്. അതായത് 2ഉം 4ഉം 3ഉം 4ഉം ഒരേപോലെ വരുന്നത് എന്ന് വെച്ചാൽ 2ഉം 3ഉം 4ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ 2ഉം 3ഉം 4ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത് പറയുമ്പോൾ 2ഉം 3ഉം ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ 2 4ലേക്ക് ഈ ഭാഗത്ത് വരച്ചു, 3ഉം ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ 4 എന്ന ഈവൻ്റ് ഒറ്റ തവണ വരച്ചാൽ മതി. എന്നിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുക. ഒപ്പം തന്നെ അതിൻ്റെ ടൈം ഡ്യൂറേഷൻ എഴുതുക. 2 to 3 എന്ന് പറയുമ്പോൾ 10, അതുപോലെ 2 to 4 എന്ന് പറയുമ്പോൾ 2ൽ നിന്ന് 4ലോട്ട് 12. ആ ആരോ മാർക്കിൻ്റെ മുകളിലോ താഴെയായിട്ട് സംഖ്യകൾ എഴുതുക.
3 to 4 എന്ന് പറയുമ്പോൾ എത്രയാ 6 ആണ് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത്. ഇനി അടുത്ത് നോക്കൂ, 4 to 5ന്റെ ടൈം ഡ്യൂറേഷൻ 10 എന്ന് വെച്ചാൽ 4ൽ നിന്ന് 5ലേക്കാണ് ഇനി ആക്ടിവിറ്റി വരയ്ക്കേണ്ടത്. അപ്പോൾ 4 ഓൾറെഡി ഇവിടെ വരച്ച് കഴിഞ്ഞിരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആക്ടിവിറ്റി ആരോ വരയ്ക്കുന്നു, ഈവൻറ്റ് വരയ്ക്കുന്നു, അതിന് നമ്പർ കൊടുക്കുക, 5 എന്ന നമ്പർ കൊടുക്കുക. അതിൻ്റെ ടൈം ഡ്യൂറേഷൻ എത്രയാ 10. അപ്പോൾ ഇതോടുകൂടി ഈ പിക്ക് കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ. അതായത് ഇങ്ങനെ ഡാറ്റ തന്നിട്ട് അതിൻ്റെ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് നന്നായി മനസ്സിലായവർക്ക് ഇത് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പിലുള്ള പ്രോബ്ലം ഓക്കെ ആണ്. കണ്ടോ, ഇത് രണ്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വരണം എന്നില്ല, വേറെ രീതിയിലും ചോദിക്കാം. അപ്പോൾ ആ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് നോക്കുക. ഡ്രോ എ നെറ്റ്വർക്ക് ഡയഗ്രാം ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് നമുക്ക് സംഖ്യകൾക്ക് പകരം അവിടെ ലെറ്റേഴ്സ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ തന്നിരിക്കുന്ന പ്രെഡസസേഴ്സ് എന്താണെന്ന് ഇതിനു മുന്നേ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രെഡസസർ എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റിക്ക് മുന്നേ വരുന്ന ആക്ടിവിറ്റീനെയാണ് എന്ത് വിളിക്കുന്നത്, പ്രെഡസസർ എന്ന് പറയുന്നത്. അപ്പോൾ എക്കും ബിക്കും എന്തില്ല, അതിൻ്റെ മുന്നേ ഒരു ആക്ടിവിറ്റി ഇല്ല എന്നാണ് ഇങ്ങനെ ലൈൻ ഇട്ടാൽ അതിൻ്റെ മീനിങ്. സിയുടെ മുന്നേ വരുന്ന ആക്ടിവിറ്റി ഏതാ, എ. അതുപോലെ ഡിയുടെ മുന്നേ വരുന്ന ആക്ടിവിറ്റി ഏതാ, എ. അപ്പോൾ അങ്ങനെ മുന്നേ വരുന്ന ആക്ടിവിറ്റീനെയാണ് എന്ത് വിളിക്കുക, പ്രെഡസസർ എന്ന് പറയാം. അങ്ങനെ ഓരോന്നും ഇവിടെ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നെറ്റ്വർക്ക് വരയ്ക്കുക എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ ഇതേ ടൈപ്പിലുള്ള പ്രോബ്ലം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താ നോക്കൂ, ആക്ടിവിറ്റി. ഇവിടെ നമ്പർ തന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും ഈ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്പർ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിലും നമ്മളായിട്ട് നമ്പർ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ തന്നെ നമ്പർ 1 2 3 4 എന്ന് ഓരോ ഈവൻറ്റിനും കൊടുക്കുന്നു. ഓക്കെ, ഈ തന്നിരിക്കുന്നത് ഓരോ ആക്ടിവിറ്റി നെയിമാണ്. ആരോ മാർക്കിൽ കൊടുക്കേണ്ട നെയിമാണ് ഈ തന്നിരിക്കുന്നത്, ജി വരെ, എ മുതൽ ജി വരെ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയായിരിക്കും വരയ്ക്കുക, നമുക്ക് ഓൾറെഡി അറിയാം. നമുക്കൊന്ന് വരച്ചു നോക്കാം. ആദ്യം തന്നിരിക്കുന്നത് എന്താണ്, എക്കും ബിക്കും എന്തില്ല, പ്രെഡസസർ ആക്ടിവിറ്റി ഇല്ല അല്ലേ. അപ്പോൾ എക്കും ബിക്കും തൊട്ട് മുന്നേ ഒരു ആക്ടിവിറ്റിയും വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഈവൻറ്റിൽ നിന്നും എ എന്ന ആക്ടിവിറ്റിയും ബി എന്ന ആക്ടിവിറ്റിയും സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു ഈവൻറ്റ് വരയ്ക്കുന്നു. ഇവിടെ നമ്പറൊന്നും തന്നിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതിന് 1 എന്ന നമ്പർ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആക്ടിവിറ്റി ആരോ മാർക്കിലൂടെ കാണിക്കാം. എ എന്ന ആക്ടിവിറ്റി ആരോ മാർക്കിൽ അതിൻ്റെ പേരെഴുതി. ഓക്കെ, അടുത്തത് ബി എന്ന ആക്ടിവിറ്റി. ഓക്കെ, ഇനി 1 നമ്മുടെ കൊടുത്തല്ലോ. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും എന്ത് കൊടുക്കണം, അതിന് നമ്പർ കൊടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ 2, ഇവിടെ 3, അതേ ഓർഡറിൽ തന്നെ നമ്പർ കൊടുത്തു. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇങ്ങനെ എയും ബിയും വരയ്ക്കാൻ കാരണം ഈ തൊട്ട് മുന്നേ, അതായത് ഫസ്റ്റ് ഇവൻറ്റ് കഴിഞ്ഞ ഉടനെ വരയ്ക്കാൻ കാരണം എന്താ, എക്കും ബിക്കും തൊട്ട് മുന്നേ വേറെ ഒരു ആക്ടിവിറ്റിയും വരുന്നില്ല എന്ന് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇവൻറ്റിൽ നിന്നും സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് വരയ്ക്കാം, എ ബി എന്നീ ആക്ടിവിറ്റി വരയ്ക്കാം. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നോക്കാം, സിയുടെ തൊട്ട് മുന്നുള്ള ആക്ടിവിറ്റി ഏതാ, എ ആണ്. അതുപോലെ ഡിയുടെയും തൊട്ട് മുന്നേ, തൊട്ടടുത്തതും കൂടി ഒന്ന് നോക്കണം. ഡിയുടെ തൊട്ട് മുന്നുള്ള ആക്ടിവിറ്റി ഏതാ, എ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ, സിയുടെയും ഡിയുടെയും തൊട്ട് മുന്നുള്ള ആക്ടിവിറ്റി എ തന്നെയാണ് വരുന്നത് കോമൺ ആയിട്ട്. എന്ന് വെച്ചാൽ എ കഴിഞ്ഞാൽ സിയും ഡിയും സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ വരച്ചൂടെ. അപ്പോൾ ആ ഒരു മെത്തേഡിൽ വരയ്ക്കുമ്പോൾ ഈ രീതിയിലായിരിക്കും വരിക. ഓക്കെ, എ എന്ന ആക്ടിവിറ്റി, ബി എന്ന ആക്ടിവിറ്റി ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ. സിയും ഡിയും തൊട്ട് മുന്നേ വരുന്ന ആക്ടിവിറ്റി ഏതായിരിക്കണം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, എ ആയിരിക്കണം. അപ്പോൾ എ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അതിൽ നിന്നും സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് വരയ്ക്കാം, സിയും ഡിയും വരയ്ക്കാം. അപ്പോൾ ഇവിടെ ദാ എ ഓൾറെഡി ഇവിടെ ഉണ്ട്. നമുക്ക് എന്ത് വരയ്ക്കണം, സിയും ഡിയും വരയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഫിഗർ ഏകദേശം ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ നിന്ന് സി എന്ന ആക്ടിവിറ്റി വരച്ചു. പിന്നെ ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരയ്ക്കാൻ ഒരു കാരണമുണ്ട്. കാരണം തൊട്ട് മുന്നേ വരുന്നതിൽ അതിലൊരു കോമ്പിനേഷൻ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ സി വരച്ചു. ഇനി എന്താ വേണ്ടത്, ഡി കൂടി വേണം അല്ലേ. ഡിയും വരച്ചു. ഇനി ഇതിന് നമ്പർ കൊടുക്കണമല്ലോ. അപ്പം നമ്പർ കൊടുക്കുമ്പോൾ അതേ ഓർഡറിൽ കൊടുത്തൂടെ, 1 2 3.
അപ്പോൾ 4, 5 എന്ന് കൊടുക്കാം. ഓക്കെ, നമ്പർ കൊടുത്തു. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താ ചെയ്തത്? സി ഡി എന്നീ ആക്ടിവിറ്റിയുടെ തൊട്ട് മുന്നേ വരുന്ന ആക്ടിവിറ്റി എ തന്നെയാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ എയിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ സിയും വരച്ചു, ഡിയും വരച്ചു. അതിന് നമ്പർ 4, 5 എന്നിങ്ങനെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി എന്താ അടുത്തത്? ഇയുടെ തൊട്ട് മുന്നേ വരുന്ന ആക്ടിവിറ്റി എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? ബി ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബി കഴിഞ്ഞ ഉടനെ ഇ വരയ്ക്കുന്നത്. ഇയുടെ തൊട്ട് മുന്നേ ഏതാണ്? ബി. അപ്പോൾ ബി എവിടെ കിടക്കുന്നത്? ബി ഇതാ കിടക്കുന്നു, കണ്ടോ? അപ്പോൾ ബി കഴിഞ്ഞിട്ട് ഏതാ വരേണ്ടത്? ബി കഴിഞ്ഞിട്ട് ഇയുടെ തൊട്ട് മുന്നേ വരുന്ന ആക്ടിവിറ്റി ബി ആണെന്ന് അവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ബി എന്ന് പറയുന്നത് പ്രെഡസസർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ബി കഴിഞ്ഞ ഉടനെ ഏത് വരണം? ഇ വരണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബി ഓൾറെഡി ഇവിടെ ഉണ്ട്, അത് കഴിഞ്ഞ ഉടനെ ഏത് വരണം? ഇ. അപ്പോൾ ഇങ്ങോട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുക, ഇ വരച്ചു. ഇത്രയും ഓക്കെ ആണോ? ഇനി അടുത്തത് എഫ് സി എന്ന് കാണാനുണ്ട്. എന്ന് വെച്ചാൽ സി കഴിഞ്ഞ ഉടനെ, സി ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളൂ, എഫ് ഇതുവരെ വരച്ചിട്ടില്ലല്ലോ. അപ്പോൾ സി കഴിഞ്ഞ ഉടനെ ഏത് വരണം? എഫ് വരണം. അപ്പോൾ സി എവിടെ കിടക്കുന്നത് നോക്കുക? സി ഇവിടെ അല്ലേ? അത് കഴിഞ്ഞ ഉടനെ എന്ത് വരണം? എഫ് വരണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചെരിച്ച് വരയ്ക്കുകയാണ്. കാരണം തൊട്ടടുത്ത വാല്യൂ കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത് ചെരിച്ച് വരയ്ക്കണം എന്ന്, കണക്ഷൻ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ സി കഴിഞ്ഞ ഉടനെ ഏത് വരണം? എഫ് വരണം. അത് വരച്ചു. ഓക്കെ, അതിന് നമ്പർ കൊടുക്കാമല്ലോ. 6 എന്ന് നമ്പറും കൊടുത്തു, കാരണം 4, 5, 6. ഇനി അടുത്തത് കൂടി നോക്കാം. ജി എന്ന് പറഞ്ഞാൽ ഡി ഇ ആണ് അതിൻ്റെ പ്രെഡസസർ. എന്ന് വെച്ചാൽ എന്താ? ഡി ഇ കഴിഞ്ഞ ഉടനെ ഏത് ആക്ടിവിറ്റി വരണം? ജി വരണം. അപ്പം നമുക്ക് നോക്കാം, ഡി ഇ ഇവിടെ ഉണ്ടോ? നമ്മൾ വരച്ചിട്ടുണ്ടോ? യെസ്, ഡിയും ഇയും ഓൾറെഡി വരച്ചിട്ടുണ്ട്. കണക്ട് ചെയ്യുന്ന രീതിയിലല്ലേ വരച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന്, ഈ ഇവൻറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ജി എന്ന ആ ഒരു ആക്ടിവിറ്റി കണക്ട് ചെയ്ത് ഇതിലോട്ട് വരയ്ക്കാം. അപ്പോൾ ജിയും വരച്ചു കഴിഞ്ഞു. ക്ലിയർ ആയോ ഈ ഒരു പ്രോബ്ലം? അപ്പോൾ ഇത്രേ ചെയ്തിട്ടുള്ളൂ. എന്താണ്? ജിയുടെ തൊട്ട് മുന്നേ വരുന്നത് ഡിയും ഇയും ആണ്. അപ്പോൾ ഡിയും ഇയും എവിടെ കിടക്കുന്നത് നോക്കുക, അതിനെ കണക്ട് ചെയ്ത് ഇങ്ങോട്ട് ലാസ്റ്റിലോട്ട് ജി യോജിപ്പിച്ച ഒരു ആരോ മാർക്ക് വരയ്ക്കുക, ജി എന്ന് കൊടുക്കുക. അപ്പോൾ ഇതോടുകൂടി ഇതിൻ്റെ കംപ്ലീറ്റ് ആയി, ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതേ ഫിഗർ തന്നെയാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് തന്നെ വൃത്തിയിൽ നിങ്ങൾ വരയ്ക്കണം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ടൈപ്പിൽ നെറ്റ്വർക്ക് ഡയഗ്രാം ചോദിച്ചാലും നമുക്ക് അറിയണം ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താ പ്രത്യേകത? ആ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്പറിന് പകരം അല്ലെങ്കിൽ സംഖ്യകൾക്ക് പകരം ലെറ്റേഴ്സ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ തൊട്ട് താഴെ പ്രെഡസസർ എന്ന് പറഞ്ഞിട്ടൊരു വേർഡിൽ കുറേ ലെറ്റർ തന്നിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം ഈ രീതിയിലാണോ വരയ്ക്കേണ്ടത് എന്ന്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ഇതേപോലെ മറ്റൊരു പ്രോബ്ലം കൂടി നോക്കാം. ഇതേപോലെ ചെയ്യാനുള്ള മറ്റൊരു പ്രോബ്ലം. ഡെവലപ്പ് എ നെറ്റ്വർക്ക് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ആക്ടിവിറ്റി എ മുതൽ എച്ച് വരെ. ഓക്കെ, ഇമ്മീഡിയറ്റ് പ്രെഡസസേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ലെറ്റേഴ്സ് വേറെയും തന്നിട്ടുണ്ട്. ഇനി ഇത് വരച്ച് കാണിക്കുന്നില്ല, നേരത്തെ ഉണ്ടായിരുന്ന പ്രോബ്ലം വരച്ച് കാണിച്ചു തന്നു. ഇത് ജസ്റ്റ് ഇതിൽ ഈ പ്രോബ്ലം ചെയ്തതിൽ തന്നെ കാണിച്ചു തരാം. അപ്പോൾ നോക്കൂ, ഇവിടെ ആക്ടിവിറ്റി എന്താ അതിൻ്റെ പ്രത്യേകത? എക്കും ബിയുടെയും പ്രത്യേകത എന്താ? എക്കും ബിക്കും എന്തില്ല? പ്രെഡസസർ ആക്ടിവിറ്റി ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വരയ്ക്കുന്നത് എന്താ? ഒരു ഈവന്റ് വരയ്ക്കും, അതിന് നമ്പർ കൊടുക്കും. ഈവന്റിനെ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഒരു സർക്കിൾ ഉപയോഗിച്ച് വരയ്ക്കും, അതിന് 1 നമ്പർ കൊടുക്കും. അവിടെ ചെയ്തു 1. അപ്പോൾ ഇതിന് രണ്ടിനും പ്രെഡസസർ, ഇതിൻ്റെ തൊട്ട് മുന്നേ എക്കും ബിക്കും തൊട്ട് മുന്നേ ഒരു ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാം? ആ ഫസ്റ്റ് ഈവന്റിൽ നിന്ന് എ എന്ന ആക്ടിവിറ്റി ബി എന്ന ആക്ടിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാം. എന്നിട്ട് ആ തലപ്പത്ത് വരുന്ന ഓരോ ഈവന്റിനും ഓരോ നമ്പർ കൊടുക്കാം. 1 കഴിഞ്ഞാൽ പിന്നെ 2ഉം 3ഉം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നോക്കൂ, സിയുടെ പ്രെഡസസർ തൊട്ട് മുന്നേ വരുന്നത് ഏതാ? എ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ കഴിഞ്ഞ ഉടനെ ഏത് വരയ്ക്കണം? സി വരയ്ക്കണം. അപ്പോൾ എ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും എ കഴിഞ്ഞ ഉടനെ സി വരച്ചു, അതിനൊരു നമ്പർ കൊടുത്തു, 4 എന്ന് കൊടുത്തു. ഇനി ഡിയുടെ തൊട്ട് മുന്നേ വരുന്ന ആക്ടിവിറ്റി ഏതാ? ബി ആണ്. അതെന്ന് വെച്ചാൽ ബി കഴിഞ്ഞ ഉടനെ ഏത് വരണം? ഡി വരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബി ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കണക്ട് ചെയ്ത് ഡി വരച്ചു 4ലോട്ട്. അപ്പോൾ ഇതും കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കൂ, ഇ എന്ന് പറഞ്ഞാൽ സി, ഡി ആണ്. എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? സിയും ഡിയും കഴിഞ്ഞ ഉടനെ ഇ ആണ് വരേണ്ടത്. ഓക്കെ, സിയും ഡിയും കഴിഞ്ഞ ഉടനെ ഇ, അല്ലെങ്കിൽ ഇക്ക് തൊട്ട് മുന്നേ ഏത് വരണം? സിയും ഡിയും വരണം. ഓക്കെ, അപ്പോൾ സിയും ഡിയും കഴിഞ്ഞ ഉടനെ ഇ എന്ന് പറയുമ്പോൾ സി ഡി എവിടെ കിടക്കുന്നത്? സി ഡി ഓൾറെഡി വരച്ചു കഴിഞ്ഞു. അതിൽ നിന്നും എന്ത് കൊടുക്കാം? ഇ കൊടുക്കാം. അപ്പോൾ ഇ എന്ന് പറയുമ്പോൾ ഇതിന്ന് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഇ കൊടുത്തു. തൊട്ടടുത്തും കൂടി നോക്കണേ. അപ്പോൾ എഫ് നോക്കൂ, എഫിൻ്റെയും പ്രെഡസസർ ആക്ടിവിറ്റി സിയും ഡിയോ. എന്ന് വെച്ചാൽ സിയും ഡിയും കഴിഞ്ഞിട്ട് ഏതൊക്കെ വരണം എന്ന് മനസ്സിലായി? ഇയും എഫും വരണം. അപ്പോൾ സി ഡി ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു, അന്ന് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ 4 എന്ന ഈവൻറ്റിൽ നിന്നും ഇയും വരയ്ക്കുക, എഫും വരയ്ക്കുക. ഒപ്പം തന്നെ ആ ആക്ടിവിറ്റി നെയിം ഇ എഫ് എന്നിവിടെ എഴുതുക.
എന്നിട്ട് അതിന് നമ്പർ കൊടുക്കുക 5, 6 എന്ന് നമ്പർ കൊടുത്തു. ഇനി അടുത്തത് നോക്കൂ, ജി എന്ന് പറയുന്നത് പ്രഡസസർ ആക്ടിവിറ്റി ഇ ആണല്ലോ. എന്ന് വെച്ചാൽ ഇയുടെ തൊട്ട് മുന്നേ ഈ കഴിഞ്ഞ ഉടനെ എന്ത് വരണം? ജി. അല്ലെങ്കിൽ ജിയുടെ തൊട്ട് മുന്നേ ഏത് വരണം? ഇ വരണം. ഓക്കെ, അപ്പോൾ ഈ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഏത് വരയ്ക്കുക? ജി വരച്ചു. പിന്നെ അടുത്തത് എച്ച് നോക്കൂ. എച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രഡസസർ ആക്ടിവിറ്റി എഫ് ആണ്. അപ്പോൾ എന്താ അതിൻ്റെ മീനിങ്? എച്ചിൻ്റെ മുന്നേ എഫ് വരണം. ഓക്കെ, എന്ന് വെച്ചാൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ എഫ് കഴിഞ്ഞിട്ട് ഏത് വരണം? എച്ച് വരണം. അപ്പോൾ എഫ് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുക. ഇവിടെ ഒരു ഈവൻറ്റ് വരയ്ക്കുന്നു, അതിന് 7 എന്ന് നമ്പർ കൊടുക്കുന്നു, എച്ച് എന്ന് ഇവിടെ പേരും കൊടുക്കുക, GH. അപ്പോൾ ആ ആക്ടിവിറ്റിയുടെ നെയിം എഴുതിയിട്ടില്ലേ എന്ന് ഒന്നുകൂടി ഉറപ്പ് വരുത്തണം. എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ, ഫിഗർ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ടൈപ്പിലും നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കാം. അപ്പോൾ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവരുത്. നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക, അല്ലാതെ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവില്ല. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് വരച്ച് നോക്കുക. ഡ്രോ എ നെറ്റ്വർക്ക് ഡയഗ്രാം, ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. പിന്നെ ഇമ്മീഡിയറ്റ് പ്രഡസസേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ലെറ്റേഴ്സ് വേറെയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത പ്രോബ്ലം കൂടി നോക്കാം. ഡ്രോ എ നെറ്റ്വർക്ക് ഫോർ ദ പ്രൊജക്ട് ഹൂസ് ആക്ടിവിറ്റീസ് ആൻഡ് ദയർ പ്രഡസസർ റിലേഷൻഷിപ്പ് ആർ ഗിവൺ ബിലോ. താഴെ കുറേ ആക്ടിവിറ്റിയും പ്രഡസസേഴ്സും തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാൻ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത ഇതേപോലത്തെ പ്രോബ്ലം തന്നെയാണ്, എങ്കിലും അതിലൊരു ചെറിയ കാര്യം ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഈ പ്രോബ്ലം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, എ മുതൽ ഐ വരെ. പ്രഡസസേഴ്സും അതിൻ്റെ താഴെ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക? അതിലെ നമ്പറൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സർക്കിൾ വരച്ച് അതിന് ഓരോ ഈവൻറ്റിനും നമ്പർ കൊടുക്കും. അപ്പോൾ സർക്കിൾ എന്ന് പറയുന്നത് ഈവൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു നമുക്കറിയാം അല്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? 1 എന്ന ഈവൻറ്റ് വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും നോക്കുക, എ ഡി. എക്കും ഡിക്കും ഇവിടെ എന്താണ് ലൈൻ വരച്ചിരിക്കുന്നത് കാണാം. എന്താ അതിൻ്റെ മീനിങ്? എക്കും ഡിക്കും പ്രഡസസർ ആക്ടിവിറ്റി ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 1 എന്ന ഈവൻറ്റിൽ നിന്നും എയും ഡിയും സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എ എന്ന ആക്ടിവിറ്റിയും വരച്ചു, ഡി എന്ന ആക്ടിവിറ്റിയും വരച്ചു. കാരണം ഇതിന് രണ്ടിനും എന്തില്ല? പ്രഡസസർ ആക്ടിവിറ്റി ഇല്ല. അപ്പോൾ എയും ഡിയും സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ വരച്ചു. അപ്പോൾ എ എന്നും ഡി എന്നും ഇവിടെ പേരും കൊടുത്തു. ക്ലിയർ? ഇനി അതിൻ്റെ ആ ഒരു ആരോ മാർക്കിൻ്റെ എൻഡിങ്ങിൽ നമ്മളൊരു സർക്കിൾ വരച്ചു, ഇവിടെ ഒരു സർക്കിൾ വരച്ചു. അപ്പോൾ ഫസ്റ്റ് ഈവൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഏതാ വരിക? സെക്കൻഡ്. അപ്പോൾ ഇവിടെ നമ്പർ കൊടുക്കുക, സെക്കൻഡ്, തേർഡ് എന്ന് നമ്പറും കൊടുത്തു. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ബിയുടെ പ്രഡസസർ ആക്ടിവിറ്റി എ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അതിൻ്റെ മീനിങ്? ബിക്ക് തൊട്ട് മുന്നേ എ ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ എ എവിടെയാണെന്ന് നോക്കുക. എ ഇവിടെ അല്ലേ? യെസ്. ഇനി അടുത്തത് കൂടി നോക്കി നോക്കാം. സിയുടെ പ്രഡസസർ ആക്ടിവിറ്റി എ ആണ്, അതായത് സിക്ക് തൊട്ട് മുന്നേ എ വരണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ കോമൺ ആയിട്ട് എ തന്നെയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ബിയുടെയും സിയുടെയും പ്രഡസസർ ആക്ടിവിറ്റി എ തന്നെയാണ് വരുന്നത്. അപ്പോൾ ബിയും സിയും ആണ് നമുക്കിനി വരയ്ക്കേണ്ടത്. അപ്പോൾ എ എവിടെയാണെന്ന് നോക്കുക. അപ്പോൾ എ എന്ന ആ ആക്ടിവിറ്റിയോട് തുടർച്ചയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ ഏത് വരച്ചാൽ മതി? ബിയും സിയും വരച്ചാൽ മതി. അപ്പോൾ എ ഓൾറെഡി ഇവിടെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇവൻറ്റിൽ നിന്നും ബിയും വരയ്ക്കാം, സിയും വരയ്ക്കാം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്തായി? ബിക്കും സിക്കും തൊട്ട് മുന്നേ എ എന്ന ആക്ടിവിറ്റി വരണം എന്നാ. അപ്പോൾ നോക്കിക്കേ, വരച്ച് കഴിഞ്ഞപ്പോൾ ബിക്കും സിക്കും തൊട്ട് മുന്നേ എ എന്ന ആക്ടിവിറ്റി വരുന്നില്ലേ? ഒപ്പം തന്നെ അതിൻ്റെ എൻഡിങ്ങിൽ ഓരോ സർക്കിൾ വരച്ച് അതിന് നമ്പർ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ 2, 3 കൊടുത്തല്ലോ. അപ്പം ഇനി 4ഉം ശരിക്കും 5 ആണ് ഇവിടെ വേണ്ടത്. പക്ഷെ 5 അല്ല ഇവിടെ കറക്റ്റ്. ആ 5 തൊട്ടടുത്തതിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്പർ ഇപ്പം ഇടണ്ട. ഓക്കെ, നമുക്കൊന്നുകൂടി ഇവിടെയൊക്കെ വരച്ച ശേഷം ഇടാം. കാരണം ഇവിടെ വേറൊരു കാര്യം വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അത് പറയാം എന്താണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ബിക്കും സിക്കും എ എന്ന പ്രഡസസർ ആക്ടിവിറ്റി ഉള്ളത് കൊണ്ട് എയിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ ബിയും സിയും വരച്ചു. അതിന് ഓരോ സർക്കിളും വരച്ചു. ആദ്യത്തേതിന് മാത്രം 4 എന്ന്, 3 കഴിഞ്ഞാൽ 4 എന്ന രീതിയിൽ 4 എന്ന് നമ്പർ കൊടുത്തു. ഇവിടെ നമ്പർ ഇപ്പോൾ തൽക്കാലം ഇടണ്ട. ഇനി നമ്മൾ ചെയ്യുന്നത്, ഡി ഓൾറെഡി വരച്ചു കഴിഞ്ഞല്ലോ, അതിന് വേണ്ട. ഇനി ഇ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രഡസസർ ആക്ടിവിറ്റി എന്താ? ഡി ആണ്. എന്താ അതിൻ്റെ അർത്ഥം? ഇ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുന്നേ വരേണ്ട ആക്ടിവിറ്റി ഡി ആണ്. അപ്പോൾ ഡി ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഡി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇ വരയ്ക്കാം. അത് വരച്ചു. അതിൻ്റെ ആ ഈവൻറ്റിന് 4 കഴിഞ്ഞ് 5 എന്ന് നമ്പറും കൊടുക്കാം. ഇനി അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്, എഫ് എന്ന ആക്ടിവിറ്റി. അതിൻ്റെ പ്രഡസസർ ആക്ടിവിറ്റി ഏതൊക്കെയാണ്? ബി വരുന്നുണ്ട്, സി വരുന്നുണ്ട്, ഇ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഇത്രയും വരച്ചിട്ടേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ ബി സി കഴിഞ്ഞിട്ടാണ് ഏത് വരേണ്ടത്? എഫ് വരേണ്ടത്. അപ്പോൾ ബി ഇവിടെ അല്ലേ കിടക്കുന്നത്, സി ഇവിടെ ഉണ്ട്, ഇ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്താണ്? ഇവിടെ ഒന്നും കണക്ഷൻ ഉണ്ടായിരുന്നില്ല, വേറെ ആക്ടിവിറ്റി ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് കണക്ട് ചെയ്യാതെ കിടക്കുന്നത്. നമുക്കാണെങ്കിൽ ബി സി കണക്ട് ചെയ്തിട്ട് വേണം എഫിലേക്ക് വരയ്ക്കാൻ. അപ്പോൾ അങ്ങനെ കണക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും?
ഇതിന് മുന്നേ CPM മെത്തേഡിൽ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണക്ഷൻ ഇല്ലെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്ത് ആരോ മാർക്കിലൂടെ കാണിക്കണം. അത് ഡോട്ട് ഇട്ടേ കാണിക്കാവൂ. അങ്ങനെ കണക്ഷൻ നമുക്ക് ക്വസ്റ്റിൽ തരാതെ നമ്മളായിട്ട് ഡോട്ട് ഇട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന, ആ ആക്ടിവിറ്റീനെ വിളിക്കുന്നതാണ് ഡമ്മി ആക്ടിവിറ്റി. എന്താ പറയുക? ഡമ്മി ആക്ടിവിറ്റി. അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും ഡമ്മി ആക്ടിവിറ്റി വരയ്ക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ സാധാരണ ആക്ടിവിറ്റി വരയ്ക്കുമ്പോൾ ആരോ മാർക്ക് കൃത്യമായിട്ട് നല്ല കളറിൽ തന്നെ വരയ്ക്കും. പക്ഷേ ഡമ്മി ആക്ടിവിറ്റി വരയ്ക്കുമ്പോൾ ആരോ മാർക്ക് ഒന്ന് ഡോട്ട് ഇട്ട് വരച്ചാൽ മതി. കാരണം ഇത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നതല്ല, നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി വരയ്ക്കുന്നതാണ്. അപ്പോൾ ആ ആക്ടിവിറ്റിനെ ഡമ്മി ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നു. ഇവിടെ രണ്ട് ആക്ടിവിറ്റി അങ്ങനെ വരയ്ക്കണം. 4ൽ നിന്ന് ഈ ഇവന്റിലേക്കും 5ൽ നിന്ന് ഈ ഇവന്റിലേക്കും. എന്നാലാണ് BCE കണക്ട് ചെയ്തിട്ട് Fലേക്ക് എന്ന രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റീനെ നമുക്ക് എന്ത് വിളിക്കാം? D1, ഡമ്മി ആക്ടിവിറ്റി D1. അപ്പോൾ ഡോട്ട് ഇട്ട് വരയ്ക്കുന്നു, അതിന് D1 എന്ന് കൊടുക്കുന്നു. അതുപോലെ ഇതിൽ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കണ്ടേ, കണക്ട് ചെയ്യണ്ടേ, അതിന് D2 എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റിൽ നിന്ന്, അതായത് 6 എന്ന ഇവന്റ്, ഇപ്പോൾ ഇവിടെ 5 ഇട്ട സ്ഥിതിക്ക് നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? 6 എന്ന് കൊടുക്കാം. അത് ലാസ്റ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിരുന്നു. 6 എന്ന് കൊടുക്കാം. ഇനി ആ 6 എന്ന ഇവന്റിൽ നിന്നും കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? Fലോട്ട് F എന്ന ആക്ടിവിറ്റി വരയ്ക്കുക. അവിടെ ഒരു ഇവന്റ് കൊടുക്കുക, അതിന് 7 എന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് എന്താ? ഇവിടെ BCE, Fന്റെ പ്രൊഡസസർ ആക്ടിവിറ്റിയാണ് BCE എന്ന് വെച്ചാൽ BCE കഴിഞ്ഞിട്ട് F വരണം. അപ്പോൾ BCE ഇവിടെ ഉണ്ട് ഓൾറെഡി. പക്ഷെ അത് കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ കണക്റ്റഡ് അല്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡോട്ട് ഇട്ടിട്ട് കണക്ട് ചെയ്ത് വരച്ചു. എന്ന് വെച്ചാൽ ഡമ്മി ആക്ടിവിറ്റി ഉണ്ടാക്കി വരച്ചു. അപ്പോൾ ആദ്യത്തെ ഡമ്മി ആക്ടിവിറ്റിക്ക് D1 എന്നും രണ്ടാമത്തെ ഡമ്മി ആക്ടിവിറ്റിക്ക് D2 എന്നും പേര് കൊടുത്തു. എന്നിട്ട് ഈ 6 എന്ന ഇവന്റിൽ നിന്നും BCE കണക്ട്, ഇപ്പോൾ എല്ലാം കണക്ട് ആയാലോ, Bയും Cയും Eയും മൊത്തത്തിൽ കണക്ട് ആയി. എന്നിട്ട് അത് Fലോട്ട് കണക്ട് ചെയ്ത് വരച്ചു. അതിന് ലാസ്റ്റ് വരുന്ന ആ സർക്കിളിൽ 7 എന്ന നമ്പറും കൊടുത്തു. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് GF. എന്താ അതിൻ്റെ അർത്ഥം? ജിയുടെ പ്രൊഡസസർ ആക്ടിവിറ്റിയാണ് F അല്ലേ? എന്ന് വെച്ചാൽ ജിയുടെ തൊട്ട് മുന്നേ ഏത് വരണം? F വരണം. അപ്പോൾ F ഇവിടെ ഓൾറെഡി കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ F കഴിഞ്ഞിട്ട് എന്ത് വരയ്ക്കുക? G വരയ്ക്കുക. ഒന്ന് ചെരിച്ച് വരയ്ക്കുന്നുണ്ട്. അതിന് കാരണം തൊട്ടടുത്ത എലമെന്റ് ആണ്, കാരണം കോമൺ ആയിട്ട് വരുന്നുണ്ടാവും. ഇനി അടുത്തത് HE എന്ന് വെച്ചാൽ Hന്റെ പ്രൊഡസസർ ആക്ടിവിറ്റിയാണ് E. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? E കഴിഞ്ഞ ഉടനെ ഏതാ വരേണ്ടത്? H വരണം. അപ്പോൾ E ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്നും ഒരു ആരോ മാർക്ക് യൂസ് ചെയ്തിട്ട് H എന്ന ആക്ടിവിറ്റി വരയ്ക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് വേണ്ടത് ഐയുടെ പ്രൊഡസസർ ആക്ടിവിറ്റി ഏതൊക്കെയാണ്? Gയും H. എന്ന് വെച്ചാൽ Gയും Hഉം കണക്ട് ചെയ്ത് എന്തിലോട്ട് വരയ്ക്കണം? ഐയിലോട്ട് വരയ്ക്കണം. അപ്പോൾ Gയും H ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ കണ്ടോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെരിച്ച് വരയ്ക്കാൻ കാരണം എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് Gയും Hഉം എന്തിലോട്ട് പോകണം? ഐയിലോട്ട് പോകണം. അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഓൾറെഡി ഇങ്ങനെ ചെരിച്ച് വരച്ചത് കേട്ടോ. അപ്പോൾ Gയും Hഉം കണക്ട് ചെയ്ത് നമുക്ക് എന്ത് വരയ്ക്കാം? ഇവിടെ നിന്ന് ഈ ഇവന്റിൽ നിന്നും I എന്ന ആരോ മാർക്കിലൂടെ ആരോ മാർക്ക് ഇട്ട് അതിന് I എന്ന് കൊടുക്കുക, ലാസ്റ്റ് 9 എന്ന നമ്പറും കൊടുക്കുക. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിഗർ വരിക. അപ്പോൾ നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക. ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്പർ ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ആൻസറിൽ നമ്പർ ഇട്ട് തന്നെ ഓരോ ഇവന്റിലും എഴുതണം. എന്നിട്ട് ഡമ്മി ആക്ടിവിറ്റി ആവശ്യമെങ്കിൽ ആ പ്രോബ്ലത്തിൽ ഡമ്മി ആക്ടിവിറ്റി ഉപയോഗിക്കുക തന്നെ വേണം. ഇവിടെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് 2 ഡമ്മി ആക്ടിവിറ്റി വരച്ചത്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതിൽ എത്ര ഈവന്റ് വന്നു? 1 മുതൽ 9 വരെ ഈവന്റ് വന്നു. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പിലുള്ള പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ അറിയണം. ഓക്കെ, അപ്പോൾ എല്ലാ പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പോൾ ഇത് നന്നായി മനസ്സിലാവാൻ വേണ്ടി തന്നെയാണ് ആദ്യം ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്നുള്ള വലിയ പ്രോബ്ലത്തിലേക്ക് പോയത്. ആ പ്രോബ്ലം നന്നായി ക്ലിയർ ആയെങ്കിൽ ഇതൊക്കെ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടും നന്നായി നോക്കുക. ഈ ടൈപ്പിലും ക്വസ്റ്റ്യൻ ചോദിക്കാം, ഫിഗർ മാത്രമായിട്ടും ചോദിക്കാം, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് കണ്ടുപിടിക്കാനും ചോദിക്കാറുണ്ട്. ഓക്കെ.